ഞാനൊരു വലിയ സംഭവമാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇന്നത്തെ വീഡിയോയിൽ ആണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് എസ്. എസിന്റെ അർത്ഥം ആണ് എന്ന് തന്നെയാണ്. എസ് മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റൊരു വാക്ക് കൂടിയുണ്ട്, ആം. അടുത്ത വാക്ക് ആർ. ഈ മൂന്ന് വാക്കുകളും ആണ് എന്ന് മീൻ ചെയ്യാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ മൂന്ന് വാക്കുകൾ വന്നത്? ഇതൊക്കെ ഏതിൻ്റെയൊക്കെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, ഞാൻ ആണ്. ഞാൻ ആണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ നമുക്കറിയാം, ഐ. ഇനി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്, ആം, ആർ. ഈ മൂന്നിൽ ഏതെങ്കിലും യൂസ് ചെയ്താൽ ആണ് എന്ന് മീൻ ചെയ്യാൻ പറ്റും. സോ ഐയുടെ കൂടെ നമ്മൾ ആണ് എന്ന് വരാൻ വേണ്ടി ആം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ആണ് ഇൻ ഇംഗ്ലീഷ് ഐ ആം ആയിട്ട് മാറുന്നു. ഇനി അവനാണ്, അടുത്തത് അവനെ പറ്റിയാണ്. അവൻ നമുക്കറിയാം, ഹീ ആണ്. ഓക്കെ, ഇനി ആണ് എന്ന് വരാൻ നമുക്ക് ആം തന്നെയാണോ യൂസ് ചെയ്യേണ്ടത്? അല്ല, ആം നമ്മൾ ഐയുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഹീയുടെ കൂടെ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഹീ ഒരു സിംഗുലർ വേർഡാണ്. ഓക്കെ, സോ ഹീ ഇസ്, അവൻ ആണ്. ഇനി നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? നീ അല്ലെങ്കിൽ നിങ്ങൾ, യു ആണ്. സോ നീ ആണ് എന്ന് വരണമെങ്കിൽ നമുക്ക് ആർ വേണം യൂസ് ചെയ്യാൻ. യു ആർ. യുവിൻ്റെ കൂടെ ഒരിക്കലും ഇസ് അല്ലെങ്കിൽ ആം ചേർക്കത്തില്ല. ഇതൊരു റൂളായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. സോ ഇനി അടുത്തത് ഞങ്ങളാണ്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, വി. ആണ് എന്ന് വരുമ്പോൾ വി. ആം ഇട്ടാൽ മതിയോ? ഇല്ല, അതിയുടെ കൂടെ മാത്രമേ ആം പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ വി ഇസ് ഇടാൻ പറ്റുമോ? അതും തെറ്റാണ്. വി ആർ. അടുത്തത് അവരാണ്. വി ആർ ആണ് ആയ സ്ഥിതിക്ക് അടുത്തത് അവർ ആണ്. വിയുടെ കൂടെ ആർ ആയ സ്ഥിതിക്ക് തീർച്ചയായും അവർ എന്ന് പറയുമ്പോൾ ദേ, ദേയുടെ കൂടെ ആറായിരിക്കും. അവരാണ്, ദേ ആർ. സോ ഐ ആം, ഞാനാണ്. അവൻ അല്ലെങ്കിൽ അവൾ, ഹി ഇസ് ഓർ ഷീ ഇസ്. നീ ആണ്, യു ആർ. അവരാണ്, ദേ ആർ. ഞങ്ങളാണ്, വി ആർ. സോ ഇത് നമ്മൾ ഓർത്തിരുന്നാൽ ഓരോ സബ്ജക്ട്സിൻ്റെയും കൂടെ ആണ് വരുന്ന സമയത്ത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്നുള്ളതിന് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. ഇസ്, ആം, ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനും അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആം എപ്പോഴും ഐയുടെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആം മറ്റൊരു സബ്ജക്റ്റിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അല്ല എന്ന് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വലിയ സംഭവമല്ല, ഞാനൊരു പഠിപ്പിസ്റ്റ് അല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അത് എങ്ങനെ നമുക്ക് പറയാം? ഓഫ് കോഴ്സ് നമ്മൾ ആണ് എന്ന് പറയാൻ ആം, ഇസ്, ആർ യൂസ് ചെയ്തു അല്ലേ? അപ്പം അല്ല എന്ന് പറയാൻ ഇതിന്റെ നെഗറ്റീവ് ഫോംസ് എടുക്കുക, അതായത് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്നും നമുക്ക് എടുത്തു നോക്കാം. ആദ്യം ആം നോട്ട്. ആം പ്ലസ് നോട്ട് ആണ് വരിക. അതിന് നമ്മൾ ചുരുക്കി നോട്ട് വരുമ്പം ഐ എം നോട്ട് എന്നാണല്ലോ, ലൈക്ക് ഐയുടെ കൂടെ മാത്രമല്ലേ വരുള്ളൂ. അപ്പം ഇങ്ങനെ വരും, ഐ എം നോട്ട്. ഓക്കെ, ഇനി അടുത്തത് ഇസ് പ്ലസ് നോട്ട്. ഇസ് പ്ലസ് നോട്ട് ഇസൻറ്റ് എന്നാണ് വരിക. എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞാൽ മതി. അടുത്തത് ആർ നോട്ട്. ആർ നോട്ട് ആർൻറ്റ് എന്നാണ് വരിക. യു ആർൻറ്റ്, ദേ ആർൻറ്റ്, വി ആർൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ആർ നോട്ട്. ഓക്കെ, സോ ഇസ്, ആം, ആർ എവിടെയൊക്കെ യൂസ് ചെയ്തോ അതേ സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് ഫോംസ് യൂസ് ചെയ്യാം. ഐ ആം ആണ്, ഞാൻ ആണ്. അപ്പൊ ഞാനല്ല എന്നെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനല്ല, തീർച്ചയായും നിങ്ങൾ ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആണ്, ഐ ആം നോട്ട്. അവരല്ല, സോറി, അവനല്ല, ഹി ഇസ് നോട്ട് അല്ലെങ്കിൽ ഹി ഇസൻറ്റ്. നീയല്ല, യു ആർൻറ്റ്. ഞങ്ങളല്ല, we aren't.
അവരല്ല, they aren't. ഇനി ഒരു പ്ലൂറൽ വാക്ക്, വെറുതെ ഞാൻ ഒരു വാക്കിടുകയാണ്, പീപ്പിൾ. പീപ്പിൾ അല്ല. ഓക്കെ, പീപ്പിൾ aren't. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു സിംഗുലർ വേർഡ് വേറെ ഒന്ന് ആഡ് ചെയ്യാണ്. ദ ചെയർ, കസേര. ദ ചെയർ, ചെയർ അല്ല എന്നാണെങ്കിലോ ദ ചെയർ ഇസ് എൻറ്റ്. ഓക്കെ, സോ ആണ് അല്ല ഓരോ സബ്ജക്ട്സിന്റെ കൂടെ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്ന് നമ്മൾ നോക്കി. ഇനി കൃത്യമായ കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസിൽ എങ്ങനെയാണ് എസ് ആമും ആറും യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഇവിടെ ഒരു സെന്റൻസ് കിടപ്പുണ്ട്, ഞാനൊരു അധ്യാപകനാണ്. ഇവിടെ ഞാനാണ് നമ്മൾ പറഞ്ഞത്, അതിന്റെ കൂടെ എന്താണ് എന്നാണ് പറയുന്നത് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അധ്യാപകൻ, യു ഓൾ നോ, ടീച്ചർ. സോ ഞാനാണ്, ഞാൻ എന്താണ്? I am a teacher. I am a teacher. ഞാനാണ്, I am എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ഈ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റും. I am a teacher. അടുത്തത്, അവൾ ഒരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി നമുക്കറിയാം, സ്റ്റുഡൻ്റ് ആണ്. സോ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ ഒരു വിദ്യാർത്ഥിയാണ്. ഷീ. ഷീയുടെ കൂടെ എന്താ വരിക? അവളാണ് എന്ന് വരുമ്പോൾ ഷീ ഈസ്. പിന്നെ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയുന്നതുകൊണ്ട് സ്റ്റുഡൻറ്. ഓക്കെ, ഇനി അടുത്തത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ആണ്, എന്താണ്? വി ആർ. വി ആർ. ഓക്കെ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഡെഫിനറ്റ് ആയിട്ടും വി ആർ ഫ്രണ്ട്സ് എന്നാണ് സെന്റൻസ് വരിക. വി ആർ ഫ്രണ്ട്സ്, വി ആർ കസിൻസ്, വി ആർ ബ്രദേഴ്സ്, വി ആർ സിസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മൂവിങ് ഓൺ. ഞാൻ സന്തോഷവാനാണ്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ സന്തോഷവാൻ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പോൾ അത് ഹാപ്പി ആയി മാറും. ജസ്റ്റ് ഹാപ്പി. സോ ഞാൻ സന്തോഷവാനാണ്. ഞാനാണ്, ഐ ആം. ഈ ഐ ആമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ എം. ഓക്കെ, ഐ എം ഹാപ്പി, ഐ ആം ഹാപ്പി. ഇനി അവൻ അഹങ്കാരിയാണ്. അവൻ അഹങ്കാരിയാണ്. അവനാണ്, ഹി ഈസ്. അഹങ്കാരി എന്നുള്ള വാക്കിന് നമുക്ക് ഇംഗ്ലീഷിൽ arrogant എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഹി ഈസ് arrogant. ഹി ഈസ് arrogant. ഈ ഹീസിനെ നമുക്ക് ദേ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ അതിന് ഹി ഈസ് എന്നൊരു അർത്ഥം തന്നെയുണ്ട്. അപ്പം ഹി ഈസ് arrogant എന്ന് നമുക്ക് വായിക്കാം. ഹി ഈസ് അങ്ങനെ പറഞ്ഞാൽ മതി. ഹി ഈസ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയണമെന്നില്ല. ഇനി അടുത്തത്, അവർ ക്രൂരന്മാരാണ്. ക്രൂരന്മാരാണ് അല്ലെങ്കിൽ ക്രൂരത ഉള്ളവരാണ് എന്നൊക്കെ പറയാൻ നമുക്കൊരു വാക്ക് യൂസ് ചെയ്യാം, ക്രൂവൽ. ഓക്കെ, സോ അവരാണ് അല്ലേ, അവരാണ് നമ്മൾ പഠിച്ചത് എന്താ? ദേ ആർ. ദേ ആർ ക്രൂവൽ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് സെന്റൻസസ് നോക്കാം. ഞാനൊരു പിശുക്കൻ അല്ല. ഇത്ര നേരം നമ്മൾ ആണ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അല്ല എന്നുള്ളത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഞാനൊരു പിശുക്കൻ അല്ല. ഞാൻ അല്ല, ഐ എം നോട്ട്. ഞാനിവിടെ ഐ എം നോട്ട് എന്ന് എഴുതുന്നുള്ളൂ. ഐ എം നോട്ട്. എന്തല്ല? പിശുക്കൻ അല്ല. ഓക്കെ, ഞാൻ ഒരു പിശുക്കൻ അല്ല. പിശുക്കൻ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ മൈസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല വാക്കുകളുണ്ട്, അതിലൊരു വാക്കാണ് മൈസർ. സോ ഐ എം നോട്ട് എ മൈസർ. ഐ എം നോട്ട് എ മൈസർ. ഞാനൊരു പിശുക്കൻ അല്ല. ഇനി അടുത്തത് നോക്കിക്കേ, അവനൊരു പുസ്തകപ്പുഴു അല്ല. സോ പുസ്തകപ്പുഴു എന്നുള്ള വാക്കിന് നമുക്ക് ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ബുക്ക് വേം. ഫുൾ ടൈം ബുക്കൊക്കെ വായിച്ച് അതിനകത്ത് തന്നെ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ബുക്ക് വേം അല്ലെങ്കിൽ പുസ്തകപ്പുഴു എന്ന് പറയുന്നത്. ഓക്കെ, സോ അവൻ ഒരു പുസ്തകപ്പുഴു അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അവനല്ല, he is not. He is not a bookworm. അവനൊരു പുസ്തകപ്പുഴു അല്ല, അല്ലെങ്കിൽ he isn't a bookworm. ആ രീതിയിലും പറയാം. ഒന്നുകിൽ നമ്മൾ ഇവിടെ ചുരുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ടിന്റെ ഭാഗം ചുരുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, he isn't. ഓക്കെ, he isn't a bookworm. ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ, അവർ എൻ്റെ കസിൻസ് അല്ല. അവർ എൻ്റെ കസിൻസ് അല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അവർ എൻ്റെ കസിൻസ് അല്ല. അവരല്ല, they aren't. എൻ്റെ കസിൻസ് അല്ല. എൻ്റെ കസിൻസ് എന്ന് വരുമ്പോൾ മൈ കസിൻസ് എന്ന് വരും. അവരെൻ്റെ കസിൻസ് അല്ല, they aren't my cousins. സിമ്പിൾ ആണ്. ഈ ജസ്റ്റ് ആം എവിടെയാണ്, എസ് എവിടെയാണ്, ആർ എവിടെയാണെന്നൊന്ന് കോൺഷ്യസ് ആയാൽ മതി. ഓക്കെ, പ്ലൂറൽ ആയിട്ടുള്ള വാക്കുകളുടെ എല്ലാം കൂടെ ആർ, സിംഗുലർ ആയിട്ടുള്ള ഹി,
ഷീയുടെ കൂടെ എസ്, പിന്നെ യു ഉണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു യു. നമ്മൾ ഒരാളെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരെ യു എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആറ് തന്നെയാണ് യുവിൻ്റെ കൂടെ ഇടുക. അതുപോലെ ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കേണ്ട ഒരു ഡിഫിക്കൽറ്റി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. മൂവിങ് ഓൺ. നമ്മൾ അടിമകളല്ല. സോ നമ്മൾ എന്നുള്ളത് വി അല്ല, നമ്മളല്ല, വി ആർൻറ്റ്. അടിമകൾ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? സ്ലേവ്സ്. വി ആർൻറ്റ് സ്ലേവ്സ്. അടുത്തത് സിബിൻ മടിയൻ അല്ല. സിബിൻ എന്നുള്ളത് ഒരാളുടെ പേരാണ്, മാത്രമല്ല ഒരേ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സിബിൻ അല്ല എന്ന് പറയാൻ സിബിൻ ഇസൻറ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സിബിൻ ഇസൻറ്റ്. സിബിൻ എന്തല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്? മടിയനല്ല. ഇംഗ്ലീഷിൽ ലേസി എന്ന് പറഞ്ഞാൽ തന്നെ മടിയൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സിബിൻ ഇസൻറ്റ് ലേസി. സിബിൻ ഇസൻറ്റ് ലേസി. സിബിൻ മടിയനല്ല. അടുത്ത സെന്റൻസ് നോക്കിക്കേ. എൻ്റെ കുട്ടികൾ വികൃതികളല്ല. വികൃതിയുള്ള മക്കളല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വികൃതികൾ അല്ലെങ്കിൽ വികൃതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ടി എന്ന വാക്കാണ് കേട്ടോ. മൈ ചൈൽഡ് ഇസ് സോ നോട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ഭയങ്കര വികൃതിയാണ് എന്നാണ് അർത്ഥം. ഇവിടെ വികൃതികളല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ആരാണ് പറഞ്ഞേക്കുന്നത്? ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികൾ. മൈ ചിൽഡ്രൻ. മൈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അറിയാം പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലേ. സോ മൈ ചിൽഡ്രൻ ആർൻറ്റ്. എൻ്റെ കുട്ടികളല്ല എന്ന് വരുമ്പോൾ മൈ ചിൽഡ്രൻ ആർൻറ്റ് നോട്ടി. എൻ്റെ കുട്ടികൾ വികൃതികളല്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടു ഇസ്, ആം, ആർ, ആണ് അല്ലെങ്കിൽ അല്ല, ഇതൊക്കെ പറയാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്തു എന്ന് നമ്മൾ ജസ്റ്റ് നോക്കി. സോ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മലയാളത്തിൽ ഇപ്പം ഒരാൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അയാൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ഇസ്, ആം, ആർ യൂസ് ചെയ്യാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് എസ്പെഷ്യലി ഒരാളുടെ പ്രസൻസിനെ പറ്റിയൊക്കെ പറയുമ്പോഴാണ്. ഒരു സ്പേസിൽ അയാൾ അവിടെ പ്രസന്റ് ആണ് അല്ലെങ്കിൽ അയാൾ ആ ഒരു പൊസിഷനിലുണ്ട് എന്നുള്ള മീനിങ് വരുന്ന സമയത്തും നമ്മൾ ഇസ്, ആം, ആർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആദ്യത്തെ സെന്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ ഇവിടെയുണ്ട്, അവൻ ഈ ഒരു സ്ഥലത്തുണ്ട് എന്ന് എനിക്ക് പറയണം എന്ന് വിചാരിക്കാം. സോ അവൻ ഉണ്ട് എന്ന് വരുമ്പോൾ ഹി ഈസ്. അവനാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇത് ഹി ഈസ്. അവൻ ഇവിടെയുണ്ട് എന്ന് വരുമ്പോൾ ഹി ഈസ് ഹിയർ. സി, ഹി ഈസ് ഹിയർ. അവൻ ഇവിടെയുണ്ട്. ഇനി അവർ എൻ്റെ മുറിയിലാണ് അല്ലെങ്കിൽ എൻ്റെ മുറിയിലുണ്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഇപ്പം മുറിയിലാണ് എന്നായാലും നമ്മൾ അവരെൻ്റെ മുറിയിലാണെന്ന് പറയുമ്പോൾ അവരുടെ പ്രസൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത് തന്നെ നമ്മൾ മുറിയിലുണ്ട് എന്നും പറയാറുണ്ട് അല്ലേ. ഈ ഒരു സെന്റൻസ് അപ്പം എങ്ങനെ വരും? അവർ, ദേ. അവരുണ്ട്, ദേ ആർ. എവിടെ? എൻ്റെ മുറിയിൽ. ഇൻ മൈ റൂം. എൻ്റെ മുറിക്ക് ഉള്ളിലായതുകൊണ്ടാണ് ഞാൻ ഇൻ മൈ റൂം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദേ ആർ ഇൻ മൈ റൂം. അവർ എൻ്റെ മുറിയിലുണ്ട്. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ. അവൾ ഹാളിലാണ്. ഇതും ഈ പറയുന്നത് പോലെ നമ്മൾ അവൾ ഹാളിലാണ് എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അവൾ ഹാളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. യൂഷ്വലി നമ്മൾ മലയാളത്തിൽ പ്രസൻസിനെ പറ്റി പറയുമ്പോൾ ഉണ്ട്, ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ അവൾ ഹാളിൽ ഉണ്ട് അല്ലെങ്കിൽ അവൾ ഹാളിലാണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അവൾ ഉണ്ട്, ഷീ ഈസ്. എവിടെയാണ്? ഹാളിൽ. കൃത്യമായിട്ട് ഹാളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുകയാണ്, ഒരു ഹാളിനകത്ത് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ഹാൾ എന്ന് പറയാം. അതിൽ ഹാളും അല്ലെങ്കിൽ ഹാളിൻ്റെ പരിസരവും ഒക്കെ നമ്മളൊരു ലൊക്കേഷനായിട്ട് പറയണമെന്ന് വിചാരിക്കുക. അവൾ ഹാളിൽ എവിടെയോ ഉണ്ട് എന്നുള്ള മീനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് ഹാളിന് എഴുതാം. അറ്റ് ദ ഹാൾ, സോറി. സോ ഷീ ഈസ് അറ്റ് ദ ഹാൾ. അവൾ ഹാളിലുണ്ട് അല്ലെങ്കിൽ അവൾ ഹാളിലാണ്. ഹാളിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂഷ്വലി പറയാറില്ല കേട്ടോ. സോ നെക്സ്റ്റ്, ഞങ്ങൾ കണ്ണൂരിലാണ്. ഇതും നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയാറ്? ഞങ്ങൾ കണ്ണൂരിലുണ്ട് എന്നും പറയാറുണ്ട് അല്ലേ. സോ ആ സാഹചര്യത്തിലും ഞങ്ങൾ വി. ഞങ്ങളുണ്ട്, വി ആർ. എവിടെയുണ്ട്? കണ്ണൂർ. വി ആർ ഇൻ കണ്ണൂർ. ഞങ്ങൾ കണ്ണൂരിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ണൂരിലാണ് എന്ന് പറയാനും നമുക്ക് ഈ രീതിയിൽ ആറ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ മാതാപിതാക്കൾ മുകളിലാണ്. മുകളിൽ എന്ന് ഉദ്ദേശിച്ചത് മുകളിലത്തെ നിലയിലാണ്. അപ്സ്റ്റേഴ്സ്. അപ്സ്റ്റേഴ്സ്. ഓക്കെ, മുകളിലത്തെ നിലയിലുണ്ട്. ഓക്കെ, എൻ്റെ മാതാപിതാക്കൾ മൈ പാരൻസ്. പാരൻസ് എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, രണ്ടുപേരുണ്ട്. മൈ പാരൻസ്, അതുകൊണ്ട് അവരുണ്ട്
എന്ന് പറയാൻ മൈ പാരൻസ് ആർ അപ്സ്റ്റെയർസ്. അവർ മുകളിലത്തെ നിലയിലുണ്ട് അല്ലെങ്കിൽ അവർ മുകളിലത്തെ നിലയിലാണ് എന്ന് പറയാൻ നമുക്ക് മൈ പാരൻസ് ആർ അപ്സ്റ്റെയർസ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഒരാളുടെ പ്രസൻസിനെ പറ്റി പറയാൻ നമ്മൾ മലയാളത്തിൽ ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോഴും നമുക്ക് ഇസ്, ആം, ആർ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അതല്ല ഇപ്പം നമ്മൾ ആണ് അല്ല എന്നുള്ള രീതി പറയുന്ന സമയത്തും ഇതേ ഇസ്, ആം, ആർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ അവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കുക. അവൻ ഇവിടെ ഇല്ല എന്നാണെങ്കിലും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീ ഇസൻറ്റ് ഹിയർ. ഓക്കെ, ഉണ്ട് എന്നുള്ളതിനെ മാറ്റി നമ്മൾ ഇല്ല എന്നാക്കുമ്പോഴും ഇത് തന്നെയാണ്. ആം നോട്ട്, ആർ നോട്ട്, ഇസ് നോട്ട് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് അല്ലെങ്കിൽ ഇല്ല അതിനും ആം അല്ലെങ്കിൽ ആം നോട്ട് അല്ലെങ്കിൽ ഇസ് നോട്ട്, ആർ നോട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റ് ആണ് ഇസ്, ആം, ആർ. ഇത് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ എന്ന്. അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് കൂടി ഉള്ളതാണ് ഈ വീഡിയോ. സോ കൂടുതൽ എക്സാമ്പിൾസിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ കൂടുതൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.